ആക്ഷൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഓർക്കുന്നില്ലേ അല്ലേ? 2 കിലോയുടെ 4 പാക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ 4 ഗുണിക്കണം 2 8, അതായത് 2 + 2 + 2 + 2 4 പ്രാവശ്യം 2 കൂട്ടുന്നതിന് തുല്യമാണ് 4 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 8 അല്ലേ? ടൈംസ് ആണ്, ടൈംസ്. ഇനിയോ 4, അതായത് ഹാഫിൻ്റെ 4 പാക്കറ്റ് എന്ന് പറഞ്ഞാലോ 4 ഗുണിക്കണം ഹാഫ് അല്ലേ? അതായത് 2. ഇങ്ങനെ 4 ടൈംസ് ഹാഫാണ് വരുന്നത് അല്ലേ? ഹാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ 4 ടൈംസ് ആഡ് ചെയ്യുന്നു അല്ലേ? ഡിനോമിനേറ്ററൊക്കെ ഇവിടെ സെയിം ആണ് അല്ലേ? യെസ്, ഡിനോമിനേറ്റർ അതുപോലെ 2 എഴുതുന്നു. പിന്നെയോ 1 2 3 4 4/2. 4/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം അല്ലേ? 2 എന്ന് ഉത്തരം കിട്ടി അല്ലേ? ഇനി നമ്മൾ 3 × 1/4 ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? നമുക്ക് 3/4 എന്ന് എഴുതാം അല്ലേ? ഇനി അടുത്തത് പറയൂ. 5 × 1/4 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 5 ടൈംസ് 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്ക് 5/4 എന്ന് എഴുതാമെങ്കിലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് എഴുതാം അല്ലേ? 5ൽ 4 1 ടൈം അല്ലേ? അപ്പോൾ റിമൈൻഡർ എത്ര? 1/4. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി 1/4 എന്ന് എഴുതിക്കൂടെ അല്ലേ? 2 × 1/3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം അല്ലേ? പിന്നെയോ യെസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണെങ്കിലോ 1/3 + 1/3. 1/3യെ 2 പ്രാവശ്യം ആഡ് ചെയ്യാണ് അല്ലേ? 3 ഡിനോമിനേറ്ററാണ്, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നു, 2/3 എന്ന് കിട്ടുന്നു അല്ലേ? ഇനി 4 × 1/3 എന്ന് പറയുന്നതാണെങ്കിലോ 4 ടൈംസ് 1/3 ആണെങ്കിലോ 4 ടൈംസ് 1/3 ആണെങ്കിലോ 4 ടൈംസ് 1/3 പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പറയാം? 3 ടൈംസ് 1/3 പറയാം അല്ലേ? യെസ്, 3 ടൈംസ് 1/3 എന്ന് പറഞ്ഞാലോ 1/3 + 1/3 + 1/3. യെസ്, ഡിനോമിനേറ്റർ 3 ആണ്. ഇനിയോ ന്യൂമറേറ്റർ ആഡ് ചെയ്തു 3/3. 3/3 എത്രയാണ്? നമുക്കറിയാം 3/3 1 ആണെന്നറിയാം. 1/1 ഓക്കെ 1 ആണെന്നറിയാം അല്ലേ? ഇനിയോ 4 ടൈംസ് 1/3 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ടൈംസ് 1/3 + 1/3 എന്ന് എഴുതിക്കൂടെ? നമുക്കറിയാം 3 ടൈംസ് 1/3 എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/3 എന്ന് എഴുതിക്കൂടെ? യെസ്. ഇനി അടുത്ത പറയാണ് 4 ടൈംസ് 2/3. 4 ടൈംസ് 2/3 ശരിക്കും പറഞ്ഞാൽ യെസ്, ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുന്നു, 8/3 എന്ന് എഴുതാം. ഇനിയോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? 6 + 2/3 എന്ന് എഴുതിക്കൂടെ? യെസ്, 8ന് ഒന്നുമില്ല, 6 + 2 എന്ന് എഴുതി. എന്തിനാ? ഇത് 3ൽ 6 പോകും, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 6/3 + 2/3 എന്ന് എഴുതിക്കൂടെ? യെസ്, 6/3 എത്രയാ? 6/3 2 അല്ലേ? ഇനിയോ 2/3 ഇല്ലല്ലേ? യെസ്, 2/3 എന്ന് എഴുതിക്കൂടെ? യെസ്. ഇനി അടുത്ത ലാസ്റ്റ് 2 കാര്യങ്ങൾ പറയാണ്. 10 × 2/3. 10 ടൈംസ് 2/3 ആണ്. യെസ്, 10 ടൈംസ് 2/3. നമ്മളിവിടെ ടൈംസും പാർട്ടും പറഞ്ഞിട്ടുണ്ടല്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ 10 × 2/3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 20/3 എന്ന് എഴുതിക്കൂടെ? ഇനിയോ ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഫ്രാക്ഷനിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ് അല്ലേ? ഇനി നമുക്ക് 18 + 2 18 + 2/3 എന്ന് എഴുതിക്കൂടെ? യെസ്. ഇനിയോ 18/3 + 2/3 എന്ന് എഴുതിക്കൂടെ? 18/3 എത്രയാ? 3ൽ 1 ടൈംസ് 3 ഉണ്ട് അല്ലേ? 18ൽ എത്ര 3 ഉണ്ട്? 18ൽ 6 ടൈംസ് ഉണ്ട് അല്ലേ? 6 2/3 എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സ്ഡ് ഫ്രാക്ഷനെ മറ്റേതാക്കുന്നതും തിരിച്ചാക്കുന്നതും പാർട്ടാക്കുന്നതും ടൈംസ് ആക്കുന്നതും എല്ലാം പഠിച്ചില്ല. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. 4/3 അതായത് 4/3. 4/3 എങ്ങനെ എഴുതാം നമുക്ക്? 4/3 യെസ്, 4ൽ 3 എത്ര പ്രാവശ്യം? 1 ടൈം. ഇനി 4 - 3 1 റിമൈൻഡർ വന്ന് 3 താഴെ വെച്ച് 1/3 എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി, 7 × 3/4. 7 × 3/4 നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ യെസ്, 7 × 3/4 എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ പറഞ്ഞാലോ 7 × 3 21/4 എന്ന് എഴുതാം. ഇനിയോ ഇതിനെ നമുക്ക് 20 + 1/4 എന്ന് എഴുതിക്കൂടെ? പിന്നെയോ 20/4
+1/4 എന്ന് എഴുതിക്കൂടെ? 20/4 എത്രയാണ്? 4ൽ 1 ടൈംസ്, 20ൽ എത്ര? 5 ടൈംസ്. അങ്ങനെയാണെങ്കിൽ 5 1/4 എന്ന് എഴുതിക്കൂടെ? യെസ് യെസ്. അപ്പോൾ ടൈംസിൻ്റെയും പിന്നെ പാർട്ടിൻ്റെയും പിന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് മിക്സ്ഡ് ഫ്രാക്ഷനെ തിരിച്ചാക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമ്മളൊരു കാര്യം പറയാം. ഇനി നമ്മൾ പാർട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പറയാണ്. ഇതിൽ 1/2 ഓഫ് 6 എന്നത് എത്രയാണ്? ഈ 3 ആണ് അല്ലേ. 1/2 ഓഫ് 6, 6ൻ്റെ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. ഇങ്ങനെ നമുക്കിത് മാറ്റി ഇങ്ങനെ എഴുതിക്കൂടെ? 1/2 ഓഫ് സിംബോളിക്കൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ 1/2 ഇൻറ്റു 6 ഈക്വൽ ടു 1/2 ഓഫ് 6 ഈക്വൽ ടു 3. അതായത് 1/2 ഇൻറ്റു 6 എന്ന് എഴുതിയതും, യെസ്, 1/2 ഇൻറ്റു 6 എന്ന് എഴുതിയതും 1/2 ഓഫ് 6 എന്ന് എഴുതിയതും ഒന്ന് തന്നെ അല്ലേ? യെസ്. ഒന്നുമില്ല. ഇത് എവിടെയാണ് വന്നതെന്നറിയോ? അതായത് ഒരു ലൈന്, ആ ലൈൻ എത്രയുണ്ട്? ഒരു ലൈന്, ആ ലൈൻ എത്രയുണ്ട്? യെസ്, 2 മീറ്റർ ലെങ്ത്തുള്ള ഒരു റിബണാന്ന് വിചാരിക്കുക. അത് നമുക്ക് നേരെ പകുതിയാക്കിയാലോ 1 മീറ്ററുള്ള 2 പീസ് കിട്ടും. ഇനിയോ നമ്മൾ ആ 1 മീറ്റർ ഈ മൊത്തത്തിലുള്ളതിന് നമ്മൾ 6 പീസാക്കുകയാണ്. 6 പീസാക്കുകയാണ്. 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു പീസ് എത്രയായിരിക്കും? 1/6 ആയിരിക്കും അല്ലേ? യെസ്. നമുക്ക് ലാസ്റ്റ് ഇവിടെയാണ് എത്തേണ്ടത്. 3 ടൈംസ് 1/4 എത്രയാണ്? 3/4 ആണ്. എന്നാൽ 1/4 ഓഫ് 3യോ? അതും 3/4 തന്നെയാണ് അല്ലേ. ഇതാണ് നമ്മൾ ആ പാഠത്തിൻ്റെ തുടക്കത്തിൽ റെസിപ്രോക്കലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അല്ലേ. ഇനിയോ 1/4 ഓഫ് 5ഓ ഈസ് 1/4 ആണ് അല്ലേ. യെസ്. 5/4നെ നമുക്ക് 1/4 എന്ന് എഴുതിക്കൂടെ? യെസ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു കാര്യം പറയാണ്. നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറുമാണ്. അതായത് ഒരു റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൽ ആകെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇങ്ങനെ പിന്നെ ഭാഗിച്ചു അല്ലേ. ഇതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 9 പീസായിട്ടാണ് ഭാഗിച്ചത്. അപ്പോൾ ഒരു ഭാഗം എത്രയാണ്? 1/9. അപ്പോൾ ഇതിൽ ഷെയ്ഡഡ് പോർഷന് മാത്രം, യെസ്, ഷെയ്ഡഡ് പോർഷൻ മാത്രം എത്ര ഉണ്ടാവും നോക്കൂ.